വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ SSLC റിസൾട്ട് റിവീലിംഗ് അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇന്ന് ഞാനിത് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ചാൽ ആക്ച്വലി ഇന്നലെ ആയിരുന്നു SSLC റിസൾട്ട് വന്നത്. ഭയങ്കര സ്ട്രേഞ്ച് അല്ലേ, ഞാൻ സത്യം പറഞ്ഞാൽ മറന്നേ പോയി SSLCയുടെ കാര്യം. കാരണം ഞാൻ കഴിഞ്ഞ 2018 കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ ഓർത്ത് വെച്ചേക്കും, കാരണം നമ്മുടെ ഒരു ഊഴമായതുകൊണ്ട് നമ്മൾ ഓർത്ത് വെക്കും. പക്ഷെ ഇപ്പോൾ ഇത്രയും വർഷം, ഇപ്പോൾ എത്ര 7 വർഷം കഴിഞ്ഞില്ലേ, 7 വർഷം ഇപ്പുറം ആകുമ്പോഴത്തേക്കും ഐ വാസ് ലൈക്ക് ഞാൻ മറന്നേ പോയി റിസൾട്ടിന്റെ കാര്യമൊക്കെ. ഇന്നലെ വൈകുന്നേരം റിസൾട്ട് പബ്ലിഷ് ചെയ്ത സമയത്താണ് ഞാൻ അറിയോ ഇന്ന് റിസൾട്ട് വരും. കുറെ കുഞ്ഞു മക്കളുടെ അവരൊക്കെ എന്ത് ഒരു മാനസികാവസ്ഥയെ കൂടെ കടന്നു വന്ന് എനിക്ക് നല്ലോണം മനസ്സിലായി. കാരണം ഞാനും ആ സിറ്റുവേഷൻ കടന്നു പോയ ഒരാളാണ്. അപ്പൊ ഞാൻ ഇതിൽ ഒരുപാട് ഓർത്തായിരുന്നു. മാർക്ക് കൂടിയവരുടെ വീട്ടിൽ ഭയങ്കര സന്തോഷം, കുറഞ്ഞവരുടെ വീട്ടിൽ ഭയങ്കര വിഷമം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവും. അത് ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ ആണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ മാർക്ക് കൂടിയവർ സന്തോഷിക്കാൻ, കുറഞ്ഞവർ വിഷമിക്കുക, അതൊരു ലോക തത്വം എന്ന് പറയുന്ന പോലെ ഒരു ഫാക്റ്റ് ആണ്. അങ്ങനെ ഇപ്പോൾ അതൊക്കെ ഒരു താൽക്കാലികമായ ഒരു സന്തോഷമാണ്. അല്ല ഫുൾ A+ കിട്ടുന്നവരാണ് എല്ലാം ഉള്ളവരെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഫുൾ A+ൽ കാര്യമുണ്ടോ എന്ന് വെച്ചാൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സന്തോഷം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പം എത്ര A+ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് താൽക്കാലികമായിട്ടൊന്ന് പറയാനുള്ള ആ താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഫുൾ A+. അല്ലാതെ ഇതുകൊണ്ട് ഭാവിയിൽ എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ നോ എന്ന് തന്നെ പറയത്തുള്ളൂ. ബിക്കോസ് അത് വെച്ച് വേണമെങ്കിൽ +1 അഡ്മിഷൻ കിട്ടും, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ ലൈഫിൽ ഒരു 10th റിസൾട്ട് യാതൊരു വിധമായ ഇൻഫ്ലുവൻസ് നമ്മുടെ ലൈഫിൽ ചെയ്യില്ല. ആ ഫാക്ട് നിങ്ങൾ മനസ്സിലാക്കണം. ചുമ്മാ ഇപ്പോൾ എനിക്ക് 9 A+ ഉള്ളു, ഞാൻ റീവാലുവേഷന് കൊടുക്കാം. അല്ലെങ്കിൽ എനിക്ക് 8 A+ ഉള്ളു, 2 സബ്ജക്ട് ഞാൻ റീവാലുവേഷന് കൊടുക്കാം എന്ന് വേണമെങ്കിൽ നിങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷന്. പക്ഷേ ഇപ്പോൾ ഒരു A+ പോയവരൊക്കെ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമേ അല്ല. നിങ്ങൾ ഒരു സമയം ഒരു ലൈഫിൽ വേറൊരു സിറ്റുവേഷൻ എത്തിയപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, അന്ന് ആ ഒരു A+ വരെ ഞാൻ എന്തിനാ ഇങ്ങനെ നടന്ന് കരഞ്ഞത്. അത് ആരുമേ പിന്നെ ഓർക്കാനേ പോകുന്നില്ല, ആരും ചിന്തിക്കുക പോലും ഇല്ല. ബിക്കോസ് അവർക്ക് ഓരോരുത്തർക്ക് അവരവരുടേതായ കാര്യങ്ങൾ, അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ റിസൾട്ടൊന്നും അവർ ഓർത്തുകൊണ്ടിരിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ 10th ആയതുകൊണ്ട് ഒന്ന് ചോദിക്കാന്ന് വെച്ചിട്ട് നമ്മുടെ നാട്ടുകാരായാലും ബന്ധുക്കളായാലും അങ്ങനെ കുറച്ച് പേര് ചോദിക്കാന്നല്ലാതെ 10th റിസൾട്ട് കൊണ്ട് നമ്മുടെ ലൈഫ് ചേഞ്ച് ആവാനോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു ഉയർച്ച ഉണ്ടാവാനോ ഒന്നും പോകുന്നില്ല. കുറച്ച് പേരുടെ കോംപ്ലിമെന്റ്സ് കിട്ടും, ദാറ്റ്സ് ഓൾ. അവിടെ തീരും അത്. +1 കയറുമ്പോഴത്തേക്ക് പിന്നെ +1 റിസൾട്ട്, +2 റിസൾട്ട്, ഡിഗ്രി റിസൾട്ട്, അങ്ങനെ 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 പോകും. പിന്നെ 10th റിസൾട്ട് ആരെങ്കിലും ചോദിക്കുക. അപ്പോൾ ഈ 9 A+ഉം 8 A+ഉം അതിൽ താഴോട്ട് A+ കിട്ടിയവരുടെ ജീവിതം നിന്ന് പോയെന്ന് ഒരിക്കലും ആരും വിചാരിക്കില്ല കേട്ടോ. അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല. ബിക്കോസ് ഇതൊക്കെ നമ്മുടെ ലൈഫിലൊരു പാർട്ടാണ്. എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഇപ്പോൾ കുറഞ്ഞ മാർക്കുള്ളവർ കിട്ടും, കൂടുതൽ മാർക്കുള്ളവർ കിട്ടും. ഇറ്റ്സ് ലൈക്ക് ഒരു പാർട്ടാണ് നമ്മുടെ ലൈഫിൻ്റെ. അല്ലാതെ ഇതുകൊണ്ട് എൻ്റെ ലൈഫ് ഫുൾ സ്റ്റോപ്പ് ആയി, ഇനി എനിക്ക് മുമ്പോട്ടൊരു ജീവിതം ഇല്ല എന്നൊക്കെ വിചാരിക്കുന്ന ശുദ്ധ മണ്ടത്തരമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അതിലൊന്നും യാതൊരു കാര്യവും ഇല്ല. എനിക്ക് ഇപ്പം എൻ്റെ റിസൾട്ട് അനുസരിച്ച് അത് ഞാൻ പറയാം എൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന്. അപ്പോൾ ഈ മാർക്ക് കുറഞ്ഞവർ കൂടിയവർ എന്നുള്ളൊരു വേർതിരിവേ ശരിക്കും ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. ഇത് നമ്മുടെ ലൈഫിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഒരു +1 റിസൾട്ട് ആയിരിക്കും ഇത് മാക്സിമം നമ്മുടെ ലൈഫിൽ ചെയ്യാൻ പോകുന്നത്. അല്ലാതെ അല്ലെങ്കിൽ ഒരു ഫ്ലെക്സ് ബോർഡ് ആയിരിക്കും. ഇതിനപ്പുറത്തേക്ക് നമ്മളെ ഒരു രീതിയിലും ഇത് അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കും. അപ്പൊ നിങ്ങളുടെ വീട്ടുകാർ പറയും, അയ്യോ നിന്റെ ജീവിതം തീർന്നു, അവളെ കണ്ടുപിടിക്കുക, ഇവനെ കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ പറയും. അത് അവരുടെ ഒരു വിഷമമാണ്. അത് നിങ്ങൾ ഇതിലേക്കൂടെ കേട്ട് ഇതിലേക്കൂടെ കളയാൻ ഞാൻ ഒരിക്കലും പറയില്ല. അത് മനസ്സിലാക്കി അടുത്ത വരുന്ന അപ്കമിങ് എക്സാംസിന് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്നിനി ഒരു സമാധാനവും കാണത്തില്ല എന്ന് ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇറ്റ്സ് ലൈക്ക് എന്താണ് ഇതൊന്നും വലിയ കാര്യമല്ല. നിങ്ങൾ കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ നിങ്ങൾ ഇതൊക്കെ കുറിച്ച് ചിരിക്കും. കാരണം 10th റിസൾട്ട് കൊണ്ട് നമ്മൾ എങ്ങും എവിടെയും ഫുൾ A+ വെച്ചാൽ എങ്ങും എത്തിയിട്ടില്ല. 10th എങ്ങും എത്തിയിട്ടില്ല എന്ന് വെച്ചാൽ അവർ എത്തിയിട്ടുണ്ട്, പക്ഷെ 10th റിസൾട്ടിന്റെ ബേസിസിലായിരിക്കത്തില്ല. അത് അപ്കമിങ് ആയിട്ടുള്ള എക്സാംസിൽ അവരുടെ കഴിവും ബാക്കി ഫോക്കസും അതെല്ലാം കൂടെ വെച്ചിട്ടായിരിക്കും അവർ ചിലപ്പോൾ ഒരു നിലയിലെത്തിക്കാണ്. അല്ലാതെ ഈ 10th റിസൾട്ട് കൊണ്ട് IAS എടുത്തവരാരുമില്ല. 10th റിസൾട്ടിനും ഇതിനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അപ്പൊ നിങ്ങൾ ഈ മാർക്ക് കുറഞ്ഞിരിക്കുന്നവർ, അയ്യോ ഇനി എനിക്ക് എല്ലാ പരീക്ഷ ഇങ്ങനെ ആയിരിക്കും, ഇനി എനിക്ക് ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാനോ മാർക്ക് കൂടുതൽ വാങ്ങിക്കാനോ എനിക്ക് പറ്റില്ല എന്ന് കരുതിയിരിക്കുന്നവർ, അതൊക്കെ വെറുതെയാണ് കേട്ടോ. നമ്മുടെ ഒരു മൈൻഡാണ് നമ്മൾ മാർക്ക് കൂടുതൽ വായിക്കുന്നത് കുറച്ച് വായിക്കുന്നത്, എല്ലാം നമ്മുടെ ഒരു ഫോക്കസിൻ്റെ ഒരു ഇതാണ്. നിങ്ങളെല്ലാം ചുമ്മാ ആവശ്യമില്ലാതെ കാട് കയറി ചിന്തിച്ച് എനിക്ക് ഇനി പറ്റില്ല അങ്ങനൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ള കാര്യം അല്ല ഇത് ആക്ച്വലി. അപ്പം
നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നത് എൻ്റെ റിസൾട്ട് ഞാൻ പറയാമെന്ന്. ഞാൻ ആക്ച്വലി കൊല്ലത്ത് ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലായിരുന്നു കേട്ടോ SSLC കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഏകദേശം ഒരു 2018 ഇയറിലായിരുന്നു ഞാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻ്റെ സമയത്തും ഇങ്ങനെ ഒരുപാട് ടെൻഷൻ പ്രഷറൊക്കെ. അപ്പം ഞാനന്ന് വിചാരിക്കുമായിരുന്നു 10th ഫുൾ A+ വാങ്ങിക്കുന്നതാണ് ലൈഫിൽ ഏറ്റവും വലിയ കാര്യമെന്ന്. അങ്ങനെയായിരുന്നു അന്ന് എൻ്റെ വിചാരം, നിങ്ങളെപ്പോലെ തന്നെ. പക്ഷെ ഒരിക്കലുമല്ല. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ടായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 10th ഇപ്പോൾ 9A+ ആയാലും എന്താ, 8A+ ആയാലും എന്താ, 2A+ ആയാലും എന്താ, ആരും ഒന്നും ചോദിക്കുന്നില്ല. ഇപ്പം എന്നോട് ആരും ചോദിക്കുന്നില്ല എത്ര A+ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ കുറച്ചുള്ള കഴിയുമ്പോൾ ഇതെല്ലാവരും ഗ്രാജുവലി ഇത് മറക്കുന്ന ഒരു കാര്യമാണ്. ആർക്കും നമ്മുടെ കാര്യം എല്ലാവർക്കും അവരവരുടെ കാര്യം തന്നെ ഓർക്കാൻ സമയം. എല്ലാവരും നിങ്ങളുടെ റിസൾട്ടോ നിങ്ങളുടെ മാർക്കോ ഒന്നും ആരും ഓർക്കാറില്ല ഒബ്വിയസ് ആയിട്ടും. അപ്പം നിങ്ങളിപ്പോൾ ഈ ഒന്ന് ടെൻഷൻ അടിച്ച് BP കയറ്റി എന്തിനാ ചുമ്മാ ആവശ്യമില്ലാത്ത പ്രഷർ എടുക്കുന്നത്? ഉള്ള സമയം നല്ല കൂളായിട്ട് മൈൻഡ് ഫ്രീ ആയിട്ട് വെക്കുക. അല്ലാതെ ചുമ്മാ എനിക്ക് 2A+ ഉള്ളൂ അവന് 10A+ ഉണ്ട് അങ്ങനൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമല്ല. അവർക്ക് 10A+ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, എനിക്ക് 2A+ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. എന്തായാലും ഇപ്പം എനിക്ക് 2A+ ഞാൻ പഠിച്ചാൽ തന്നെ 2A+ ആണല്ലോ എന്ന് ചിന്തിക്കണം. അല്ലാതെ ചുമ്മാ ഒരിക്കലും നെഗറ്റീവ് ആവരുത്. ഇപ്പം 10th കഴിഞ്ഞ് +1 പോകാനുള്ളവരോടാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കൊക്കെ ലൈഫിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഒരിക്കലും ഇപ്പം ഈ കിട്ടുന്ന ഒരു കുഞ്ഞ് ശാസന അല്ലെങ്കിൽ കുഞ്ഞൊരു വഴക്കിലോ ഒരിക്കലും നമ്മുടെ ആ ഡ്രീംസ് ഒന്നും ഒരിക്കലും സ്പോയിലായി പോകരുത്. നമ്മളെപ്പോഴും നമുക്ക് പോകേണ്ട വേയിൽ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം. നമുക്കത് കിട്ടണമെന്ന് വെച്ചാൽ നമുക്ക് കിട്ടാവുന്ന പല കാര്യങ്ങളും നമ്മുടെ ലൈഫിലുണ്ട്. അല്ല 10th A+ ഒന്നും അല്ല ഒരിക്കലും ഒരാളുടെ ഒരു അണ്ടർ ലൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ബേസ് ലൈൻ എന്ന് പറയുന്നത് ഒരിക്കലും 10th A+ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾ എത്രയോ വലിയ ആൾക്കാരുടെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഏറ്റവും ലാസ്റ്റ് ബെഞ്ചറാണ് ഫസ്റ്റ് ആയത്, അല്ലെങ്കിൽ ഒരു ഇതും ഇല്ലാത്ത ആളാണ് ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും വലിയ നിലയിലെത്തിയെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അതേപോലെ തന്നെ 10th A+ ഒന്നും ഒരു കാര്യവും ഇല്ല. അതാണ് ഫസ്റ്റ് പ്രൈമറി തിങ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഓക്കെ, അത് നമുക്കത് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് വേണം, അത് വാങ്ങിച്ചിരിക്കണമെന്ന് ഞാൻ പറഞ്ഞേനെ. ബട്ട് ഇത് യാതൊരു കഴമ്പുമില്ലാത്തൊരു കാര്യമാണ്. 10th A+ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ പറയുന്നതൊക്കെ ശുദ്ധ മണ്ടത്തരമാണ്. അതൊക്കെ പേരൻസിന് ചിലപ്പോൾ കുറച്ച് പേരോട് പറയാനോ അല്ലെങ്കിൽ ഒന്ന് പൊക്കിയടിക്കാൻ അങ്ങനെയൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ 10th A+ എന്നൊക്കെ പറയുന്നത്. അതിലൊരു കാര്യവും ഇല്ല. ആക്ച്വലി നിങ്ങൾ പാസ് മാർക്ക് വെച്ച് ജയിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ചുമ്മാ അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ എടുത്ത് ഒരിക്കലും ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഇങ്ങനെ തല പുകയ്ക്കേണ്ട ഒരു കാര്യമേ അല്ല. അക്കോർഡിംഗ് ടു മീ ഞാനൊരു ടീച്ചറാകാൻ പോകുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ള കാര്യമാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ എൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞുതരാം, നമ്മൾ വീണ്ടും ടോപ്പിക്കിൽ നിന്ന് തെന്നി മാറിപ്പോയി. ഞാൻ കൊല്ലം ജില്ലയിലെ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലായിരുന്നു എൻ്റെ SSLC കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വാസ് ലൈക്ക് ഒരു 2018 ആയിരുന്നു ആ ഇയർ എന്ന് പറയുന്നത്. 2018 ഞാൻ പാസ് ഔട്ടായി. അപ്പോൾ എൻ്റെ റിസൾട്ട് അല്ലേ ഓക്കെ. അപ്പം എൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ച ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം എൻ്റെ സർട്ടിഫിക്കറ്റ് ആൻഡ് പ്ലസ് മൈ ഗ്രേഡ്സ്, ഹൗ മെനി ഗ്രേഡ്സ് ഐ ഗോട്ട് ഇൻ 10th SSLC അല്ലേ. ഇതൊക്കെ 7 വർഷത്തിന് ശേഷം എടുക്കുമ്പോഴേ അയ്യോ, അതൊക്കെ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് കേട്ടോ. SSLC ഒക്കെ നമുക്ക് നമുക്കൊക്കെ അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ കുഞ്ഞു മാർക്കാണെങ്കിലും വലിയ മാർക്കാണെങ്കിലും ഇറ്റ്സ് ലൈക്ക് വി അച്ചീവ് ദാറ്റ് റൈറ്റ്. അപ്പം പിന്നെ അതിലൊരു പ്രശ്നമേ അല്ല. ഒരാളിപ്പോൾ 10A+ വാങ്ങിച്ചു ഞങ്ങൾക്ക് 2 വാങ്ങിക്കാൻ പറ്റുള്ളൂ, അതൊന്നും ഒരു പ്രോബ്ലമേ അല്ല. ഇറ്റ്സ് ഓൾ അപ് ടു അസ്, നമ്മുടെ കാര്യമാണത്. അപ്പം ഞാൻ എൻ്റെ റിസൾട്ട് കാണിക്കാൻ വേറെ ഒന്നും പറഞ്ഞ് ഞാൻ കുളമാക്കുന്നില്ല. ഓക്കെ, എൻ്റെ റിസൾട്ട് ഇതാണ് എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഫസ്റ്റ് സബ്ജക്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഏതാണ്? ഫസ്റ്റ് ലാംഗ്വേജ് മലയാളമാണ്, അതിന് A+ ആണ്. പിന്നെ സെക്കൻഡ് പേപ്പർ മലയാളം, അതിനും A+ ആണ്. തേർഡ് ഇംഗ്ലീഷ് A+, ഫോർത്ത് ഹിന്ദി A+, ഫിഫ്ത്ത് സോഷ്യൽ സയൻസ് A+, സിക്സ്ത് ഫിസിക്സ്, സെവൻത്ത് കെമിസ്ട്രി, എയ്ത്ത് ബയോളജി, നയൻത്ത് മാത്സ് A+, ഇൻഫർമേഷൻ ടെക്നോളജി, IT ഓൾസോ A+. ഐ ഗോട്ട് ഫുൾ A+ ഇൻ മൈ 10th ഗ്രേഡ്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഐ ഹോപ്പ് യു ക്യാൻ സീ ഇറ്റ്. കണ്ട അപ്പോൾ ഐ ഗോട്ട് ഫുൾ A+ ഇൻ മൈ 10th ഗ്രേഡ്. അപ്പോൾ ഫുൾ A+ കിട്ടിയ ഒരാളാണ് ഞാൻ 10th സ്റ്റാൻഡേർഡിൽ. ബട്ട് അപ്പോൾ നിങ്ങൾ പറയും ഫുൾ A+ വാങ്ങിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഘോരം പ്രസംഗിച്ചേ എന്നൊക്കെ. ഒരു ബട്ടുണ്ട്. ബട്ടിൻ്റെ കാര്യം ഞാൻ പറയാം. ഈ ഫുൾ A+ വാങ്ങിച്ചുകൊണ്ട് എനിക്ക് +1 ഒരു അഡ്മിഷൻ കിട്ടിയെന്നല്ലാതെ വേറെ ഒരു ഉപയോഗം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല. ഒരു ഫുൾ A+ വാങ്ങിച്ച ആളെന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, എനിക്ക് ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല. ഇറ്റ് വാസ് ലൈക്ക് ഓക്കെ, അല്ലെങ്കിൽ കൺഗ്രാറ്റ്സ്, അവിടെ തീർന്നു എൻ്റെ ഫുൾ A+.
പിന്നെ എനിക്കൊരു ക്രെഡിറ്റ്, വീട്ടുകാർക്ക് അങ്ങനെയൊക്കെ ക്രെഡിറ്റ്, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ അതുകൊണ്ട് എനിക്ക് 10 A+ വാങ്ങിച്ചവർക്ക് എല്ലാം ഓരോ ജോലി കൊടുക്കട്ടെ എന്നൊരു നിബന്ധന ആയിരുന്നെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഫൈൻ, നമുക്ക് ഫുൾ A+ വാങ്ങിക്കാനായിരുന്നു. ഇത് 10 A+ വാങ്ങിച്ചാലും 2 A+ വാങ്ങിച്ചാലും അതിലൊരു കാര്യമില്ല. ചിലപ്പോൾ ഇപ്പോൾ 2 A+ വാങ്ങിച്ച ആളായിരിക്കും ആദ്യമേ നല്ല ജോലിയൊക്കെ ആയിട്ട് ലൈഫ് സെറ്റിൽ ആവുന്നത്. ഫുൾ A+ വാങ്ങിച്ച് ഞാൻ ദാ ഇവിടെ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്, ഫുൾ A+ലൊരു കാര്യവും ഇല്ല എന്ന്. അപ്പോൾ നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ച് ഒരിക്കലും ഇരിക്കരുത്. SSLC കഴിഞ്ഞ പിള്ളേരോടാണ് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവരുത്. എനിക്ക് 2 A+ കിട്ടുള്ളൂ, ഓക്കെ ഇറ്റ്സ് ഫൈൻ, എനിക്ക് 2 A+ കിട്ടിയോളൂ, അത് നമ്മൾ ഉറക്കെ പറയണം. അല്ലാതെ 10 A+ വാങ്ങിച്ചവർ വലിയ മിടുക്കന്മാരെന്ന് ഒരിക്കലും എവിടെ ആരും പറയുന്നത്. അപ്പം ഞാൻ 10 A+ ഞാൻ വലിയ മിടുക്കിയാണോ? ഒരിക്കലല്ല, ഞാൻ വലിയ മിടുക്കിയല്ല. ഐ വാസ് ലൈക്ക് ഓക്കെ ഇറ്റ്സ് ഫൈൻ, എനിക്ക് 10 A+ കിട്ടി, അവർക്ക് 2 A+ കിട്ടിയുള്ളൂ. അതിലിപ്പോൾ എന്താണ് 2 A+, 10 A+? കുറച്ചുകൂടെ വലുതായി ചെല്ലുമ്പോൾ 10 A+ വാങ്ങിച്ചാൽ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. 10 A+ വാങ്ങിച്ചാൽ 2 A+ വാങ്ങിച്ചാൽ ഇറ്റ്സ് ഈക്വൽ. അവർ എല്ലാവരുടെയും മുമ്പിൽ ഈക്വൽ ആണ്. ഒരു സ്പെഷ്യാലിറ്റിയോ അല്ലെങ്കിൽ സ്പെഷ്യൽ കൺസിഡറേഷനോ ഒന്നും ഒരിക്കലും ഫുൾ A+ വാങ്ങിച്ചാൽ ഇല്ല അവിടെ. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക ആദ്യം. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നതിന് മുമ്പ് ഫുൾ A+ വാങ്ങിക്കുന്നു, അവൾ 2 A+, അതിലൊരു കാര്യമല്ല. നമ്മൾ ആദ്യം ലൈഫ് സെക്യൂർ ആക്കാൻ നോക്കുക, അല്ലെങ്കിൽ ആദ്യം നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ ഇടയ്ക്കൂടെ ഈ ഫുൾ A+ന് 2 A+ന് ഒരു വിലയില്ല. ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് കറിവേപ്പില, ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. ചുമ്മാ ആവശ്യമുള്ള കാര്യത്തിന് ടെൻഷൻ അടിച്ചാൽ ആവശ്യമുള്ള കാര്യത്തിന് നിങ്ങൾ ടെൻഷൻ അടിക്കുക. ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ഓവർ ടെൻഷൻ കിൽസസ് എന്നല്ലേ പറയുക. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. ഞാനിന്ന് SSLC കഴിഞ്ഞവർക്ക് വേണ്ടിയുള്ള ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ പ്രത്യേകിച്ച് ഷെയർ ചെയ്യണം. ബിക്കോസ് 10th ഫുൾ A+ ഇടാതെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന, ഒരിക്കലും ഫുൾ A+കാർക്ക് വേണ്ടി ഞാൻ സംസാരിക്കില്ല. അക്കോർഡിംഗ് ടു മീ ആസ് എ ടീച്ചർ, ഞാൻ വരാൻ പോകുന്ന ഭാവിയിൽ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് I was like always supporting the lower one of the classes, because എനിക്ക് ബാക്ക് ബെഞ്ചേഴ്സ് അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ ഏറ്റവും താഴെ തട്ടിലുള്ള കുട്ടികളോടായിരിക്കും എനിക്ക് മേ ബി സ്നേഹം കൂടുതൽ. ബിക്കോസ് എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെയുള്ള കുട്ടികളെ എപ്പോഴും മുമ്പോട്ട് കൊണ്ടുവരണം, അങ്ങനെ ഒരു ശ്രദ്ധയാണ്. ഞാൻ അവിടെ പഠിപ്പിക്കാൻ പോകുന്ന സമയത്താണെങ്കിൽ പോലും ഈവൻ I was like ഫ്രണ്ടിലുള്ള കുട്ടികളെ എനിക്ക് ഇഷ്ടമാണ്. അതേ പക്ഷം ചില ടീച്ചേഴ്സിനെ പോലെ ബാക്ക് ബെഞ്ചേഴ്സിനെ മൈൻഡ് ചെയ്ത് ഒരിക്കലും ഞാൻ ഇരിക്കില്ല. എനിക്ക് കൂടുതൽ ഇഷ്ടം ബാക്കിലുള്ള സ്റ്റുഡൻസിനോട്. അവരെങ്കിലും ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ ഡിപ്രഷൻ അടിച്ച് ഫുൾ A+ കിട്ടാതെയൊക്കെ ഇരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ ദയവേത് അങ്ങനെ ഡിപ്രഷനായിട്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇത് അയച്ചു കൊടുക്കുക. അവർക്ക് കുറച്ചെങ്കിലും ഒരു സമാധാനം കിട്ടും എൻ്റെ ഈ മോട്ടിവേഷൻ കേൾക്കുമ്പോൾ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ഗൈസ് ലൈക്ക് മൈ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ.